ഇന്നലെ തലസ്ഥാനത്ത് ഒരു 23-കാരനെ അരുംകൊല ചെയ്തു. സംഭവത്തിൽ പ്രതികളായ 4 പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനായ ആദിത്യനുമായി ഉണ്ടായിരുന്ന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. കേസിലെ 1-ാം പ്രതി ജിബിൻ പോക്സോ കേസിലെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് എന്നുള്ളത് മറ്റൊരു സത്യം. ഇതിന് പിന്നാലെയാണ് ഈ കൊലപാതകവും നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാൻ വേണ്ടി ഗോകുൽ നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ, ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത്? ലാൽകൃഷ്ണ, ഇന്നലെ വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊടങ്ങാവിള ജംഗ്ഷൻ സമീപം വെച്ചാണ് ഒരു സംഘം കാറിലെത്തിയ ശേഷം യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നുണ്ടായത്. അക്രമശേഷം അതായത് കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയതാണ് മരണകാരണമായിട്ട് പോലീസ് പറയുന്നത്. ഇതിന് പിന്നിൽ പോലീസ് ഇന്ന് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ പ്രതികൾക്കും, അതായത് 25 വയസ്സുള്ള JS ജിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾക്ക് 25 വയസ്സാണ്. ബാക്കി എല്ലാ പ്രതികളും 19-18 വയസ്സ് മാത്രം പ്രായമുള്ളവരാണ്. ഇതിന്റെ പിന്നിൽ സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ജിബിൻ, അതായത് പ്രതിയായ ജിബിനും ഈ ആദിത്യനും, മരണപ്പെട്ട ആദിത്യനും തമ്മിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, തർക്കമുണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. ആ സാമ്പത്തിക ഇടപാടുകൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കവേ ആണ് ഇത്തരത്തിൽ ആദ്യം ഒരു പരാതി ആദിത്യനെതിരെ ജിബിൻ കൊടുക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര പോലീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിന് ശേഷം തിരിച്ചു തരുന്നില്ല തുടങ്ങിയ രീതിയിലുള്ള പരാതിയായിരുന്നു. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ആദിത്യൻ കൃത്യമായി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പക്ഷേ എന്നാൽ പരാതി കൊടുത്തിരുന്ന ജിബിൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നില്ല. അങ്ങനെ ആ കേസ് അങ്ങോട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പറഞ്ഞു തീർക്കാം, സംസാരിച്ച് പ്രശ്നം ഒത്തുതീർപ്പിലാക്കാം എന്ന തരത്തിൽ ആദിത്യനെ വിളിച്ച് കൊടങ്ങാവിള ജംഗ്ഷനിലെത്തിയ ശേഷം മർദ്ദിച്ച് അവശനാക്കി ആക്രമിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ ഇന്നാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ജിബിൻ മുൻപ് പാട്യാക്കാല എന്ന് പറഞ്ഞ പ്രദേശത്ത് പപ്പടക്കടയിൽ ജീവനക്കാരനായിരുന്നു. ഒപ്പം അവിടെ വെച്ചാണ് ഈ ആദിത്യനുമായി പരിചയം. ഇവർ തമ്മിൽ സാമ്പത്തികമായ ഇടപാടുകളുണ്ടായിരുന്നു. ചെറിയ ഒരു മൈക്രോ ഫൈനാൻസ് സ്ഥാപനത്തിലെ ജോലിക്കാരനാണ് ഈ മരണപ്പെട്ട ആദിത്യൻ. അപ്പോൾ ആദിത്യനുമായിട്ട് സാമ്പത്തികമായിട്ട് ഇവർ തമ്മിലുള്ള ഇടപാടുകൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കവേ ആദിത്യൻ വേറൊരു മൈക്രോ ഫൈനാൻസ് സ്ഥാപനത്തിൽ നിന്ന് ചെറിയൊരു തുക തൻ്റെ ബൈക്ക് പണയം വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ചൊല്ലിയാണ് നിലവിൽ തർക്കമുണ്ടായത്. ആ സാമ്പത്തികത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. എന്തായാലും കേസിൽ കൂടുതൽ പ്രതികൾ കൂടി ഉൾപ്പെടാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്.